നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് ഫൂട്ടിംഗ്. ഒരു ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Before the actual design, it is essential to estimate the dead load, live load and other loads. നമ്മൾ ഒരു ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഫൂട്ടിങ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുമ്പോൾ, ഏത് ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഫൂട്ടിങ് കൊടുക്കും. ആ ഫൂട്ടിങ് എന്തിനാണ്? അപ്പോൾ സോയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബിൽഡിംഗ് കൊണ്ട് ഉണ്ടാക്കിയാൽ ആ ബിൽഡിങ് ചിലപ്പോൾ മണ്ണിനടിക്ക് താഴ്ന്നു പോകും. കാരണം സോയിൽ പല ടൈപ്പ് സോയിൽ ഉണ്ടാവും. ഇതൊക്കെ പാറേൻ്റെ മുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവിടെ നിൽക്കും. പക്ഷെ ചിലപ്പോൾ ക്ലേ പോലത്തെ സോയിലാണെങ്കിൽ അത് താഴോട്ടേക്ക് പോകും. സോയിലിനെ പറ്റി പഠിക്കണം, സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി പഠിക്കണം. സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി പഠിക്കാൻ നമുക്ക് ഏത് ടൈപ്പ് ഫൂട്ടിങ് ഫൗണ്ടേഷനാണ് ഒരു സ്ട്രക്ചറിൽ കൊടുക്കാമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചാണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താ ഒരു ഫൂട്ടിങ് ഡിസൈൻ ചെയ്യാനെങ്കിൽ ആദ്യം ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ മുകളിൽ എന്തൊക്കെ ടൈപ്പ് ലോഡ് വരും എന്നുള്ളൊരു ധാരണ വേണം. ഡെഡ് ലോഡ്, ലൈവ് ലോഡ് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഡ്. ഓക്കെ, അതുപോലെ അതർ ടൈപ്സ് ലോഡ്സ്, അതായത് സീസ്മിക് ലോഡ് വരാം, വിൻഡിൻ്റെ ലോഡ് വരാം, അങ്ങനെ എന്തൊക്കെ ടൈപ്പ് ലോഡ് വരും അതൊക്കെ നമ്മൾ വേണം പഠിച്ചിരിക്കണം. ഫ്രീക്വൻസി ഡ്യൂറേഷൻ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, ലോഡ്സിൻ്റെ ഫ്രീക്വൻസി ഡ്യൂറേഷൻ ഒക്കെ നമുക്ക് അറിയണം. പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ കോളം ആൻഡ് ഷുഡ് ഓൾസോ ബി അസർട്ടൈൻ ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഇസെൻട്രിക് ലോഡ് മൊമെൻറ്റ്. അവരുടെ ബെൻഡിങ് മൊമെൻറ്റ് സംഭവിക്കും, ആക്സിയൽ ലോഡാണോ ഇസെൻട്രിക് ലോഡാണോ നടക്കുന്നത് ഒക്കെ നമുക്ക് ധാരണ വേണം. ആസ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ depends upon the depth of the footing as the length and width of the estimate about the dimension required before the actual design. അത് ബിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിലും ഈ ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത്ത്, ലെങ്ത്ത്, ബ്രെഡ്ത്തിനൊക്കെ പറ്റി നമുക്ക് ഒരു കൺസിഡറേഷൻ വേണം. ഫോർ മെമ്പർ ക്യാരിങ് ആക്സിയൽ ലോഡ്. പിന്നെ അത് കമ്പൈൻഡ് വിത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഡു നോട്ട് ചേഞ്ച് ദി ഡിറക്ഷൻ ആൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ഈസ് മോർ സ്യൂട്ടബിൾ ദാൻ ദി സ്ക്വയർ ഫൂട്ടിംഗ്. സോ മോസ്റ്റ് ഓഫ് ദ കേസസ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയിരിക്കും മോർ സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ തിയറീസ് പിന്നെ വായിച്ചു നോക്കുക. എന്താ ഒരു ഫൂട്ടിംഗ് നടക്കേണ്ടത്, പിന്നെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് ഫൂട്ടിങ്, അതിൻ്റെ ബേസിക് കൺസിഡറേഷൻ എന്താ പറയുക, പിന്നെ പ്രൊസീജിയർ എന്ന് പറയുക. ആദ്യം എന്താ പറയുക, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് മെത്തേഡ്സ് ഡിസ്കസ്ഡ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഇല്ലേ, അതൊക്കെ ടെർസാക്കി മെത്തേഡ്, പിന്നെ റാങ്കിൻസ് തിയറി, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് ഫൂട്ടിംഗ് ഈസ് പ്രൊപ്പോർഷൻ മേക്കിംഗ് യൂസ് ഓഫ് ദി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഡിറ്റർമൈൻ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇന്നത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിയറിംഗ് കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുക. എന്നിട്ട് മാക്സിമം സെറ്റിൽമെൻറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് മെത്തേഡ് ഡിസ്കസ്ഡ് ഇൻ ചാപ്റ്റർ 23 ആൻഡ് ദ എസ്റ്റിമേറ്റ് ഡിഫറൻറ്റ് സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ വേരിയസ് ഫൂട്ടിംഗ് ഈസ് മെയ്ഡ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഡിഫറൻറ്റ് സെറ്റിൽമെൻ്റ് ആണോ നിങ്ങളിത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പിന്നെ ആംഗിൾ ഡിസ്റ്റോർഷൻ ഈസ് ഡിറ്റർമൈൻഡ്. മാക്സിമം സെറ്റിൽമെൻറ്റ് ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആംഗിൾ ഡിസ്റ്റോർഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സ്റ്റെപ്പ് 3 and 4 ഈസ് കമ്പയർഡ് ദ അലോവബിൾ വാല്യൂ. ഇഫ് ദ വാല്യൂസ് ആർ നോട്ട് വിത്തിൻ ദ അലോവബിൾ ലിമിറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മൾ കണ്ടുപിടിച്ച ബിയറിംഗ് കപ്പാസിറ്റി സെറ്റിൽമെൻ്റ് ഒന്നും അലോവബിൾ ആയിട്ടുള്ള വാല്യൂവിൻ്റെ ഇടയിലല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് ഫൂട്ടിങ് റീഡിസൈൻ ചെയ്യണം. ഇഫ് ദ വാല്യൂസ് ആർ നോട്ട് വിത്തിൻ ദ അലോവബിൾ ലിമിറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി റിവൈസ്ഡ് ആൻഡ് പ്രൊസീജിയർ റിപ്പീറ്റഡ്. ദി സ്റ്റെബിലിറ്റി ഓഫ് ഫൂട്ടിംഗ് ഈസ് ചെക്ക്ഡ് അഗേൻസ്റ്റ് സ്ലൈഡിങ് ആൻഡ് ഓവർടേണിങ്. ലാസ്റ്റ് ചെക്ക് ഫോർ സ്ലൈഡിങ്ങോ ചെക്ക് ഫോർ ഓവർടേണിങ്ങോ ആണ് ചെയ്യേണ്ടത്. ഇത്രയും ജനറലായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ജനറലായിട്ട് ഇങ്ങനെ പ്രൊസീജിയർ എഴുതി വെച്ചാൽ മതി. ഇനി പ്രൊപ്പോർഷനിങ് ഓഫ് ഫൂട്ടിംഗ് ഫോർ ഈക്വൽ സെറ്റിൽമെൻറ്റ്, അതായത് നമുക്ക് സെറ്റിൽമെൻറ്റ് ഈക്വൽ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. നമുക്ക് ഫെയിലിയർ നന്നായിട്ട് സംഭവിക്കുന്നത് എപ്പോഴും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. ഒരുപോലെ ഒരു വീട് മൊത്തം ഇങ്ങനെ അമരുന്നതാണോ, അതോ ഒരു വീടിൻ്റെ 4 കോർണറും ഇപ്പോൾ ഒരു കോർണർ 50 mm മണ്ണിലോട്ട് പോയി, മറ്റേ കോർണർ 100 mm താഴോട്ട് പോയി, അങ്ങനെ ഓരോന്നും ഓരോ പോലെ ആവുന്നതാണോ പെട്ടെന്ന് വലിയ ക്രാക്ക് ഉണ്ടാക്കുക? ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് നടക്കുമ്പോഴേ, അത് ഡിഫറെൻറ്റ് സെറ്റിൽമെൻറ്റ് നടക്കുമ്പോഴല്ലേ. സോ ടു റെഡ്യൂസ് ദ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഡ്യൂ ടു ദ ലൈവ് ലോഡ് വേരിയേഷൻ ഫോർ ദ ഫൂട്ടിംഗ് ആൻഡ് ഫൈൻ ഗ്രെയിൻ സോയിൽ, ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രൊപ്പോർഷൻ ഓൾ ദ ഫൂട്ടിംഗ്
in such a way that they have equal pressure under the service load. നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യും, ഈ ഫൂട്ടിങ്ങിനെ പ്രൊപ്പോർഷൻ ചെയ്യും. അതായത് ഒരുപോലെ എല്ലാ ഫൂട്ടിങ്ങിൻ്റെ ഏരിയയും ഒരുപോലെ മണ്ണിൽ സെറ്റിൽ ചെയ്താൽ ഫൂട്ടിങ്ങും താഴാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൂട്ടിങ്ങും സെറ്റിൽ ചെയ്യും. The dead load first എന്താ ചെയ്യേണ്ടത്, ഡെഡ് ലോഡ് ഫ്രം ഈച്ച് കോളം ഇൻക്ലൂഡിങ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ഡിറ്റർമൈൻ. ഫസ്റ്റ് ഡെഡ് ലോഡ് ഡിറ്റർമൈൻ ചെയ്യണം, പിന്നെ മാക്സിമം ലൈവ് ലോഡ് ഡിറ്റർമൈൻ ചെയ്യണം, എന്നിട്ട് റേഷ്യോ ഓഫ് ദ മാക്സിമം ലൈവ് ലോഡ് ആൻഡ് ഡെഡ് ലോഡ് എടുക്കണം. ആൻഡ് ഫൂട്ടിംഗ് ദാറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ലൈവ് ലോഡ് ഡെഡ് ലോഡ് റേഷ്യോ ഈസ് ടേക്കൺ ആസ് ദി ഗവേണിംഗ് ഫൂട്ടിംഗ്. അത് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് റേഷ്യോ ഏതാണോ കിട്ടുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ കാണണം. ഏരിയ ഫൂട്ടിംഗ് എങ്ങനെ കാണുക വെച്ചാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ബൈ അലോവബിൾ ബിയറിംഗ് കപ്പാസിറ്റി ചെയ്താൽ നമുക്ക് ഏരിയ ഫൂട്ടിംഗ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർവീസ് ലോഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഡിസൈൻ ബിയറിംഗ് കപ്പാസിറ്റി QD കണ്ടുപിടിക്കണം. QD എങ്ങനെ കണ്ടുപിടിക്കുക, സർവീസ് ലോഡ് ഫോർ ഗവേണിംഗ് ഫൂട്ടിംഗ് ബൈ AG. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഏരിയ അതർ ഫൂട്ടിംഗ് ഡിറ്റർമൈൻഡ് ബൈ ടോട്ടൽ A മൈനസ് സർവീസ് ലോഡ് ഫോർ ദാറ്റ് ഫൂട്ടിംഗ് ബൈ QD. സോ ഇതാണ് പ്രപ്പോർഷനിങ് ഫോർ ദി ഈക്വൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൂട്ടിങ്ങിൻ്റെ ഒക്കെ ഡിസൈൻ സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ന്യൂമറിക്കൽസും ഉണ്ടാവും. 2 ടൈപ്പ് ഫൂട്ടിംഗ് ആണുള്ളത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് തന്നെ. പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് ഉണ്ട്, റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് ഉണ്ട്. പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ലോഡൊക്കെ കുറവുള്ള സമയത്താണ് പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് എടുക്കുക. പ്ലെയിൻ കോൺക്രീറ്റും റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റും. ലോഡ്സ് കുറവുള്ള സമയത്ത് നമ്മൾ പ്ലെയിൻ കോൺക്രീറ്റ് എടുക്കും, ലോഡ്സ് കൂടുതലുള്ള സമയത്ത് നമ്മൾ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് ആണ് കൊടുക്കുക. സോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുക ഫൂട്ടിങ്ങിനെ. സോ നമുക്ക് എന്താ, ഫസ്റ്റ് നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കണം. വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക, എന്താ Q/QNA. ഇപ്പോൾ പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് ആണെങ്കിൽ വിഡ്ത്ത് കണ്ടുപിടിക്കുക, ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q/QNA ആണ്. Q എന്ന് പറഞ്ഞാൽ ലോഡ് പെർ മീറ്റർ ആണ്, പിന്നെ QNA ആണ് അലോവബിൾ സോയിൽ പ്രഷറാണ്. സോ നമ്മൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദ ആക്ച്വൽ വിഡ്ത്ത് ഈസ് different from the theoretical width, the actual pressure is given by Q0 equal to Q by actual width ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ പ്രഷർ കിട്ടും. പിന്നെ നമ്മൾ പറയുന്നത് തിക്നെസ്സിൻ്റെ കാര്യമാണ്. തിക്നെസ്സിൻ്റെ കാര്യം മെയിൻലി പറയുന്നത് തിക്നെസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫൂട്ടിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 50 സെൻറ്റിമീറ്റർ. എഡ്ജിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 50 സെൻറ്റിമീറ്റർ കൊടുക്കണം. ഓൺ കൊഹസീവ് സോയിലാണെങ്കിൽ മിനിമം തിക്നെസ് 30 സെൻറ്റിമീറ്റർ കൊടുക്കണം. So the thickness of the footing should be adequate to minimize the development of the tension on the outside underside of the projection. So അങ്ങനെ അത് പറയാം. പിന്നെ the thickness of the projection generally kept the twice the length of the projection of the wall face. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, മെയിൻലി ഈ ബ്രെഡ്ത്തിൻ്റെ കാര്യം, വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കാൻ, അതുപോലെ ആക്ച്വൽ പ്രഷർ കണ്ടുപിടിക്കാൻ, പിന്നെ തിക്നെസ്സിൻ്റെ 1-2 പോയിൻറ്റ്സും കൂടി നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് വാരി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ലോഡ് കൂടുതലുള്ള കേസ്, കുറേ ലോഡുള്ള കേസിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ത് ഫൂട്ടിങ്ങാണ് കൊടുക്കുക, റീൻഫോഴ്സ്ഡ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് കൊടുക്കുക. ഓക്കെ, സോ റീൻഫോഴ്സ്ഡ് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനകത്ത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതിനകത്ത് ബെൻഡി മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. ബെൻഡി മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. കുറച്ച് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. സോ ബെൻഡി മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓരോ B എന്താണെന്നും സ്മോൾ b എന്താണെന്നും Q0 എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദർ ഈസ് എ ഡയഗണൽ ഷിയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഫൂട്ടിംഗ് ആണ് സ്പ്രെഡ് ഫൂട്ടിംഗ്. ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുകൊണ്ട് പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിംഗ് ഉണ്ട്, അതുപോലെ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് ഉണ്ട്. സോ നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ കോൺക്രീറ്റ് concentrated load on column